ഹലോ മാന്യരെ, വ്യാപാരികളും നിക്ഷേപകരും. ബന്ധപ്പെട്ടിരിക്കുന്നു ദേത് കവിളത കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പന്തയം വെക്കാൻ കഴിയും. നിങ്ങൾ ഗവേഷണം നടത്തുന്ന കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് വിശദമായി പഠിക്കാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ ഓർഗനൈസേഷന്റെ പ്രധാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. മാനാംഗ ജദേർഥൻ ഡറ്റമനിന് ദനകെഴുതേ. ഈ അവലോകനം 2025 ജൂലൈ 11 നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഡേറ്റ കേരള കമ്പനി മേധക ജംലറ്റ് ഉപവിഭാഗത്തിൽ പെടുന്നു. ഡാക്കം ഗെയിംതെ എതമേധം 44 കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. വീഡിയോയുടെ അവസാനത്തോടെ ഓർഡറുകളിലെ തീരുമാനങ്ങൾ ഞങ്ങൾ കാണും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം 10.4.5 ആണ്. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 3.9 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ വിപണിയിലും മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ 4.5 റേറ്റിംഗിനെതിരെ 7. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു മേധക ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു. മേധക ജംലറ്റ് 206% വളർച്ചാ നിരക്ക് കാണിച്ചു. 27.7% എന്ന ഉപവിഭാഗത്തിലെ വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ. ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മേധക ജംലറ്റ് മൂല്യം $16.7 ബില്യൺ. $2,451 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $0.67 ബില്യൺ ആണ്. $369 ബില്യൺ ഉപവിഭാഗ മൂലധനം. സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക മേധക ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ 0.681%. പുസ്തക മൂല്യം 0.181%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം -1 പോയിന്റ്. പഠനത്തിലുള്ള കമ്പനിക്ക് $0.013 ബില്യൺ കടബാധ്യതയുണ്ട്. കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ 2%. കമ്പനിയുടെ ഡെറ്റ് ലെവൽ ഫലം വളരെ നല്ലത് 2 പോയിന്റ്. കമ്പനിയുടെ വിലവരുമാന അനുപാതം 320.5 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 372.9 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $52 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം $332 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 38.2 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 10.5 ആണ്. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $440 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $800 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിൽപ്പന മാർജിൻ 12%. ഉപവിഭാഗത്തിൽ ശരാശരി 2.8%. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.134%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 408% കുറവാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $26,847,000 തുല്യമാണ്.
ഉപവിഭാഗത്തിൽ 5294,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം $83,800 ആണ്. ഉപവിഭാഗത്തിൽ ശരാശരി $14,200. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് $702,000 ആണ്. ഉപവിഭാഗത്തിൽ $504,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് 5.1%. ഉപവിഭാഗത്തിന് ശരാശരി 1.9%. സൂചകം GED 14 കമ്പനിക്ക് 72% നിലവാരം കാണിക്കുന്നു. മേഘ ജംറതെ. ഉപവിഭാഗത്തിൽ GED ലെവൽ 14 ഏകദേശം 65%. കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് വില ഏകദേശം $97.28 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $93.08 ആണ്. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിലയിരുത്തൽ ഫലങ്ങളെ അടിസ്ഥാനമാക്കി മേഘ ജംറതെ. സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവര സംവിധാനം GED ഒരു തീരുമാനം എടുക്കുന്നു. $97.29 ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക. എടുക്കുക ലാഭം 45.74 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 148.84 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 ഓഗസ്റ്റ് 10 ട്രേഡിംഗ് സെഷന്റെ അവസാനത്തിൽ ഓർഡർ യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ DEVOGED ആണ് പ്രധാന വാങ്ങൽ ഓർഡർ. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു. ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി. GED